വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥ വാഴ്ത്തപ്പെട്ട മദർ മരിയ തെരേസ കസീനി. ഹൃദയ സമർപ്പിത സന്യാസ സഭയുടെ സ്ഥാപകയായി ശോഭിക്കും മദർ തെരേസ കസീനിയെ തേടുന്നു ഞങ്ങൾ നിൻ മാധ്യസ്ഥം. മദർ തെരേസ കസീനിയെ തേടുന്നു ഞങ്ങൾ നിൻ മാധ്യസ്ഥം. ഞാൻ എത്രത്തോളം വിശുദ്ധ കുർബാനയോട് താദാത്മ്യം പ്രാപിക്കുന്നുവോ അത്രത്തോളം വൈദികർ വിശുദ്ധിയുള്ളവരായിരിക്കും. വൈദിക വിശുദ്ധിക്കായി തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു വാഴ്ത്തപ്പെട്ട മദർ മരിയ തെരേസ കസീനി. 1864 ഒക്ടോബർ 27 ഇറ്റലിയിലെ ഫ്രസ്കാത്തിയിൽ തോമസ് കസീനിയുടെയും മെലാനിയ റെയ്നറിൻ്റെയും ആദ്യ മകളായി വാഴ്ത്തപ്പെട്ട മദർ തെരേസ ഭൂജാതയായി. 2 ദിവസങ്ങൾക്കു ശേഷം ഒക്ടോബർ 29 ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവളുടെ ആത്മീയ ഗുരുവും സ്നേഹപിതാവുമായ അപ്പച്ചൻ്റെ മരണശേഷം സ്വമാതാവിൻ്റെ പ്രേരണയാൽ ലൗകിക സുഖങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടും തൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കേണ്ടി വന്ന ശൂന്യതയും സ്നേഹത്തിൻ്റെ കുറവും ദിവ്യകാരുണ്യനാഥനോടുള്ള ഭക്തിയാലും സ്നേഹത്താലും അവൾ നികത്തി. പരിശുദ്ധ അമ്മയോടുള്ള തികഞ്ഞ ഭക്തി പലതും ത്യജിക്കാനും സഹിക്കാനും അവളെ പ്രേരിപ്പിച്ചു. 1876 മെയ് 7 അവൾ ആദ്യ കുർബാന സ്വീകരിച്ചു. 1875 ഒക്ടോബർ മാസത്തിൽ റോമിലെ സാന്താ റുഫീന എന്ന ഹോസ്റ്റലിൽ പഠനം ആരംഭിച്ചു. സന്യാസ ജീവിതത്തിലേക്കാണ് താൻ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ആ അവസരത്തിൽ ഈശോ അവൾക്ക് വ്യക്തമാക്കി കൊടുത്തു. ഈശോയെ മണവാളനായി സ്വീകരിക്കണമെന്ന ആഗ്രഹത്തെക്കാൾ ഉപരിയായി ഒരു വിശുദ്ധ ആകണമെന്ന ആഗ്രഹം തൻ്റെ പ്രിയപ്പെട്ട അമ്മയോട് പ്രകടിപ്പിച്ചെങ്കിലും കാര്യമായ പരിഹാരമൊന്നും കണ്ടില്ല. പഠനകാലത്ത് അവളുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നതിനാലും പലവിധ രോഗപീഠകൾ അലട്ടിയിരുന്നതിനാലും പലതവണ സ്വഭവനത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ആത്മീയ പിതാവായിരുന്ന ഫാദർ അർസേനിയോ പെല്ലഗ്രീനിയുടെ ശിക്ഷണത്തിലും മാർഗദർശനത്തിലും ദൈവഹിതം പൂർണ്ണമായി മനസ്സിലാക്കാൻ അവൾക്ക് സാധിച്ചു. പഴയ ജീവിത സാഹചര്യങ്ങൾ ഓരോന്നായി ഉപേക്ഷിക്കുന്നതോടൊപ്പം മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാനും അവൾ ആരംഭിച്ചു. അവിടെ വലയം ചെയ്തിരുന്ന ഏകാന്തതയിൽ നിന്നും വൈദികന്റെ മുഖത്തിനപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന വേദനയുടെയും സ്നേഹത്തിൻ്റെയും രഹസ്യം അവൾക്ക് കുറേശ്ശെയായി ഈശോ വെളിപ്പെടുത്തി. മറ്റുള്ളവരുടെ വിശ്വാസ നിർഭരവും എളിമയാർന്നതുമായ സഹകരണവും പ്രാർത്ഥനാ സഹായവും വൈദികൻ ആവശ്യമാണെന്നും യേശുവിൻ്റെ ഹൃദയം വൈദികരുടെ അവിശ്വസ്തത മൂലം മുറിയപ്പെടുന്നെന്നും അവൾ മനസ്സിലാക്കി. 1885 തങ്ങളെ തന്നെ ബലിവസ്തുവായി സമർപ്പിച്ച് തങ്ങളുടെ സമർപ്പണം സ്വന്തം രക്തത്തിൽ ആലേഖനം ചെയ്യാൻ സന്നദ്ധരായ 12 വിക്ടിംസ് യേശുവിൻ്റെ മുറിവേറ്റ തിരുഹൃദയത്തെ സമാശ്വസിപ്പിക്കുവാനായി ജീവിതം ആത്മാർപ്പണം ചെയ്തു. എനിക്ക് വിശുദ്ധരായ വൈദികരെ തരിക എന്ന കർത്താവിൻ്റെ ആഗ്രഹം അവിടുന്ന് അവൾക്ക് വെളിപ്പെടുത്തി. അവിടുന്ന് അവൾക്കൊന്നും വാഗ്ദാനം ചെയ്തില്ല. തനിക്ക് വേണ്ടി അവൾ കർത്താവിനോട് യാതൊന്നും ചോദിച്ചതുമില്ല. തൻ്റെ ജീവിതം അവൾ കർത്താവിനായി പൂർണ്ണമായി സമർപ്പിച്ചു. അങ്ങനെ 1894 ഫെബ്രുവരി 2 തിരുഹൃദയ സമർപ്പിത സഹോദരീ സമൂഹം രൂപം കൊണ്ടു. മാനുഷികമായ യാതൊരു പിന്തുണയുമില്ലാതെ പരിപൂർണ ദാരിദ്ര്യത്തിലായിരുന്നു ആരംഭിച്ചത്. തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിലും വൈദിക വിശുദ്ധിക്കായി പ്രാർത്ഥിക്കുന്നതിലുമെല്ലാം അവർ മഹാമനസ്കതയോടുകൂടെയാണ് വർത്തിച്ചത്. മദർ തെരേസ തൻ്റെ കൈകൊണ്ട് തയ്യാറാക്കിയ ഭക്ഷണം തൻ്റെ സഹോദരിമാരിലൂടെ
അതാവശ്യമായിരുന്ന വൈദികരിൽ എത്തിച്ചിരുന്നു. സഭയുടെ പ്രവർത്തനങ്ങളോടും പ്രാർത്ഥനയോടുമൊപ്പം തന്നെ ബാഹ്യമായ കുറച്ചു കാര്യങ്ങൾ കൂടി ചെയ്യേണ്ട സമയം ആയിരിക്കുന്നു എന്ന് രൂപതാ മെത്രനായ കർദിനാൾ സത്തോല്ലി പറയുന്നതോടെ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ദൈവവിളികൾ ആരംഭിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നായതിനാൽ ചെറുപ്പക്കാരായ പെൺകുട്ടികളെ ജീവിതത്തിനായി ഒരുക്കുന്നതിലൂടെ അവർ നല്ല അമ്മമാരായി മാറുമെന്നും തങ്ങളുടെ കുട്ടികളെ നേർവഴിയിൽ നടത്തുമെന്നുമുള്ള ചിന്ത അവളിൽ രൂപം കൊണ്ടു. കുറച്ചു വർഷങ്ങൾക്കു ശേഷം യേശുവിൻ്റെ കൊച്ചുകൂട്ടുകാരുടെ സമൂഹങ്ങൾ രൂപം പ്രാപിച്ചു. തിരുസഭയ്ക്കായി പൗരോഹിത്യ ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സെമിനാരികളോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളായിരുന്നു ലക്ഷ്യം. ദൈവം എൻ്റെ അടുത്തുള്ളതായി എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1937 ഏപ്രിൽ 3 മദർ തെരേസ ഇഹലോകവാസം വെടിഞ്ഞു. മദർ മരിയ തെരേസ കസീനിയെ 1997 ജൂലൈ 7 പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ധന്യ എന്ന പദവിയിലേക്ക് ഉയർത്തി. 2015 ഒക്ടോബർ 29 പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ മദർ മരിയ തെരേസ കസീനിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. മദർ തെരേസയുടെ വിശുദ്ധവും ത്യാഗാത്മകവുമായ ജീവിതത്തിൻ്റെ ഫലമായി 1949 അമേരിക്കയിലും 1966 ബ്രസീലിലും 1992 നമ്മുടെ ഇന്ത്യയിലും ഇതേ വർഷം തന്നെ ആഫ്രിക്കയിലും 2009 പെറുവിലും ഒബ്ലേറ്റ് സന്യാസ സമൂഹങ്ങൾ രൂപം കൊണ്ടു. വൈദിക വിശുദ്ധിക്കായി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുകയും പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുകയും വഴി തിരുഹൃദയ സമർപ്പിതരായ ഞങ്ങളുടെ ക്യാരിസം അനുദിനം ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ പരിശ്രമിക്കുന്നു. വിവിധ രാജ്യങ്ങളിലെ ഞങ്ങളുടെ സന്യാസ സഭകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഈശോയുടെ കൊച്ചുകൂട്ടുകാരിൽ 100ഓളം പേർ വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്നത് ഏറ്റവും സന്തോഷവും അഭിമാനകരവുമായ ഒരു കാര്യമാണ്. നിലവിൽ ഇന്ത്യയിൽ യേശുവിൻ്റെ കൊച്ചുകൂട്ടുകാരിൽ നിന്ന് 5 വൈദികരും 2 ഡീക്കന്മാരും നിരവധി സെമിനാരി വിദ്യാർത്ഥികളും ഉണ്ട്. മദർ തെരേസ കസീനി ഇഹലോകവാസം വെടിഞ്ഞ ശേഷം 1963 വരെ മദർ മാർഗരറ്റ് തൻലോങ്കോ, 1963 മുതൽ 1969 വരെ മദർ റൊസീന ലൂയിസി, 1969 മുതൽ 1975 വരെ മദർ അഗ്നേസ ബിഫാറോ, 1975 മുതൽ 1987 വരെ മദർ അഗുസ്തീന കന്തോസോ, 1987 മുതൽ 1999 വരെ മദർ ബെനദേത്ത ഫെറോനി, 1999 മുതൽ 2011 വരെ മദർ റെനാത്ത സേക്കി, 2011 മുതൽ 2023 വരെ മദർ അർക്കാഞ്ചല മർത്തീനോ എന്നിവർ ദൈവഹിതപ്രകാരം ഞങ്ങളുടെ സന്യാസ സഭയെ നയിച്ചു. 2023 ജൂലൈ മാസം ഞങ്ങളുടെ സന്യാസ സഭയെ ആധുനിക ലോകത്തിൻ്റെ ആശയങ്ങൾക്കും മാറ്റങ്ങൾക്കും അനുസരിച്ച് നയിക്കാൻ പ്രാപ്തയായ മദർ മേരി ലൂർദ് അസൻസാങ് പുതിയ മദർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന്
സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചുകൊണ്ട് മദർ തൻ്റെ സമർപ്പിത ജീവിതം സന്യാസ സഭയുടെ വളർച്ചയ്ക്കായി വിനിയോഗിക്കുന്നു. ദിവ്യകാരുണ്യ ഭക്തിയിലും പാപപരിഹാര പ്രവർത്തനങ്ങളിലും വേരൂന്നിക്കൊണ്ട് വൈദികരുടെ വിശുദ്ധിക്കായി പ്രാർത്ഥിക്കുവാൻ ഓരോ ഒബ്ലേറ്റും വിളിക്കപ്പെട്ടിരിക്കുന്നു. വാഴ്ത്തപ്പെട്ട മദർ തെരേസ കസ്സീനിയുടെ ജീവിത മാതൃക നമുക്ക് ഏവർക്കും എന്നും ഒരു പ്രചോദനമാകട്ടെ. നിരവധിയായ ലൗകിക മോഹങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യേ വസിക്കുന്ന നാം നമ്മുടെ ദൃഷ്ടികൾ ദിവ്യ സക്രാരിയിലെ ഈശോയിൽ മാത്രം പതിപ്പിക്കാനും അങ്ങനെ വിശുദ്ധിയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും ഹൃദയപൂർവ്വം നേരുന്നു. ഹൃദയ സമർപ്പിത സന്യാസ സഭയുടെ സ്ഥാപകയായി ശോഭിക്കും മദർ തെരേസ കസീനിയെ തേടുന്നു ഞങ്ങൾ നിൻ മാധ്യസ്ഥം. മദർ തെരേസ കസീനിയെ തേടുന്നു ഞങ്ങൾ നിൻ മാധ്യസ്ഥം. വാഴ്ത്തപ്പെട്ട തെരേസ കസീനിയെ നിന്നെ വണങ്ങി സ്തുതിച്ചിടുന്നു. തിരുമുൻപിലഭയത്തിനണയുമി ഞങ്ങളിൽ അനുഗ്രഹവുമായി ചൊരിയണമേ. വാഴ്ത്തപ്പെട്ട തെരേസ കസീനിയെ നിന്നെ വണങ്ങി